Welcome to Triple Profit Analytics Weekly Stock Market View dated 18th July. നമ്മൾ കവർ ചെയ്യുന്നത് 20th മുതൽ 24th ജൂലൈ വരെയുള്ള വീക്കാണ്. നമ്മളിപ്പോൾ കാണുന്നത് വീക്ക്ലി ചാർട്ടിൽ കഴിഞ്ഞ ആഴ്ചയിൽ 127 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്ത് 24,334 നിഫ്റ്റി ക്ലോസ് ചെയ്തത്. നമുക്കറിയാം കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നിഫ്റ്റി 25,000 ലെവലിലേക്കുള്ള ഒരു മൂവ്മെൻറ്റാണ്. പക്ഷേ മാർക്കറ്റ് ഇപ്പോഴും ഗ്ലോബൽ ടെൻഷൻസ്, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് ആ ഒരു 25,000 എന്നുള്ള ലെവലിലേക്ക് ടച്ച് ചെയ്യാതെ ഇപ്പോഴത്തെ ഈ കൺസോളിഡേഷൻ 24,000 അരികിലുള്ള ഈ കൺസോളിഡേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് സെൻസെക്സ് ആണ്. സെൻസെക്സ് 77,569 ക്ലോസ് ചെയ്തത്. 582 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണെങ്കിൽ 63,183 ക്ലോസ് ചെയ്തത്. 608 പോയിൻറ്റ്സ് കൂടെ എൻ്റെ ലോസോടുകൂടിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 120 പോയിൻറ്റ്സ് താഴ്ന്ന് 19,296 അത് ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഈ 24,334 എന്നുള്ള ആ ഒരു ക്ലോസിങ് ശേഷം 25,000 ലെവലിലേക്കുള്ളൊരു മൂവ്മെൻറ്റാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അതുപോലെ 200 DMA നിഫ്റ്റിയുടെ ഇത് വരുന്നത് 24,817 നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ ഒരു സെൻറ്റിമെൻറ്റ്സ് ചാർട്ടാണ്. ഇതിൽ നമുക്ക് കാണാം ആ ഫോളിംഗ് വെഡ്ജ് പാറ്റേൺ കഴിഞ്ഞ് അതിന് മുകളിലേക്കുള്ള ബ്രേക്കൗട്ട് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ 25,000 ഒരു മൂവ്മെൻറ്റാണ് നിഫ്റ്റിക്ക് ഇനി നമ്മൾ പ്രതീക്ഷിക്കാവുന്നതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ച ഒരു കാര്യമാണ്. എന്തായാലും ക്രൂഡ് ഓയിൽ, WTI ക്രൂഡ് ഓയിൽ കഴിഞ്ഞ ഇന്ന് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന ഒരു സമയത്ത് ട്രേഡ് ചെയ്യുന്നത് $80 ലെവലിലാണ്. അപ്പോൾ ഒരു കറക്ഷൻ 70 ലെവലിലേക്ക് ഒരു കറക്ഷൻ ക്രൂഡ് ഓയിൽ വന്നിരുന്നുവെന്നുണ്ടെങ്കിലും വീണ്ടും US ഇറാൻ ഇഷ്യൂ കുറച്ചുകൂടെ വഷളാകുന്നു എന്ന് ന്യൂസ് വന്നതോടുകൂടിയാണ് ക്രൂഡ് വീണ്ടും $80 വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് നമ്മുടെ കഴിഞ്ഞ കുറേ വീഡിയോസ് ഞങ്ങളുടെ ഗുജറാത്തിൽ ഞങ്ങളുടെ ഗിഫ്റ്റ് സിറ്റിയിലുള്ള വീഡിയോ ഇറങ്ങിയതിനു ശേഷം കുറേയധികം പേര് നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബർ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പോൾ എന്തായാലും കുറേയധികം പേര് അത് ഫോളോ ചെയ്യുകയും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾക്ക് 50,000 എന്നുള്ള ഒരു ലെവൽ ടച്ച് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ ലൈവായിട്ട് ഞങ്ങൾ 50,000 ടച്ച് ചെയ്യുന്ന അത് റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. 50,000 എന്നുള്ള ലെവൽ ടച്ച് ചെയ്തതിന് പിറ്റേ ദിവസം തന്നെ വീണ്ടും മുന്നോട്ട് പോയി 53,000 എന്നുള്ള ലെവലും നമുക്ക് ടച്ച് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ലൈവായിട്ടുള്ള റെക്കോർഡഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. 53,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ലെവലിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഈ എഡ്യൂക്കേഷൻ കണ്ടൻറ്റ് കുറേയധികം മലയാളികളെ എങ്ങനെ ഇൻവെസ്റ്റേഴ്സാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കണ്ടൻറ്റ് കുറേയധികം പേര് ഫോളോ ചെയ്യുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് ഞാൻ ഈ വീഡിയോ എല്ലാ സാറ്റർഡേയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറേയധികം റീൽസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ട്രേഡേഴ്സായിട്ട് പൈസ നഷ്ടപ്പെടുത്തുന്നവരെ തിരിച്ചു കൊണ്ടുവന്ന് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യൽ, ഈ ട്രേഡിംഗ് അല്ല, സ്പെക്കുലേഷൻ അല്ല, ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോസ് എല്ലാം ചെയ്തത് അല്ലേ. അപ്പോൾ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ വീഡിയോയിൽ എന്താണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നതെന്നുള്ളത് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കൃത്യമായിട്ട് ഫിഗേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അതിനനുസരിച്ച് നോക്കൂ, അദാനി പവർ എന്നുള്ള സ്റ്റോക്ക് ഞാൻ ഇപ്പോഴത്തെ അത് പലപ്പോഴും സ്പ്ലിറ്റും ബോണസിനൊക്കെ ശേഷമുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് പ്രൈസ് ആയിരിക്കും എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അദാനി പവറിൻ്റെ പ്രൈസ് 26.75 ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസായ 214.48 വരുമ്പോൾ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ നോക്കുകയാണെങ്കിൽ 701.94%. അതായത് 701% റിട്ടേണാണ് അദാനി പവറിൽ എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കിലുള്ള റിട്ടേൺ. അതുപോലെ തന്നെ BSE നോക്കുകയാണെങ്കിൽ 61.55 രൂപയാണ്
ഇതിൻ്റെ BSEയുടെ ബൈയിങ് പ്രൈസ് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് ആയിട്ടുള്ള 3586 പ്രൈസ് എടുക്കുകയാണെങ്കിൽ എൻ്റെ BSEയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ വരുന്നത് 5726.24% ആണ്. അപ്പോൾ 5700% റിട്ടേൺ ആണ് BSE എന്നുള്ള സ്റ്റോക്കിൽ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് റിട്ടേൺ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് ഞാൻ ഈ സ്റ്റോക്ക് ഇപ്പോഴും ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ 6155 വാങ്ങി 3586 വന്നിട്ട് ഞാനിത് വിൽക്കാൻ തയ്യാറായിട്ടില്ല. കാരണം എൻ്റെ ഇൻവെസ്റ്റഡ് പോർഷനായിട്ടുള്ള എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ഓൾറെഡി വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അത് പ്രോഫിറ്റ് പോർഷൻ മാത്രമാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റിൽ കാണുന്ന ഒരു വിധം. അതായത് നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 100% പ്രോഫിറ്റിലാകുമ്പോൾ അതിൻ്റെ നമ്മൾ ഇൻവെസ്റ്റ് കോസ്റ്റ് വേണമെങ്കിൽ നമുക്ക് വിത്ഡ്രോ ചെയ്യാം. പലപ്പോഴും നമ്മൾ അതുപോലെ തന്നെ അതിൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് കണ്ടാൽ ഹോൾഡ് ചെയ്യാറുണ്ട്. അത് ഒരു റിസ്കി ആയിട്ടുള്ള ഓപ്ഷൻ ആണെങ്കിൽ, റിസ്ക് ഒട്ടും ഇല്ലാത്ത ഓപ്ഷനിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് ഇൻവെസ്റ്റഡ് എമൗണ്ട് വിത്ഡ്രോ ചെയ്യാനായിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റി സ്റ്റോക്ക് വിറ്റിട്ട് ബാലൻസ് ഹോൾഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടിക്കലി എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോഴാണ് നമ്മൾ ഈ പലരും ട്രേഡിങ്ങിലും സ്പെക്കുലേഷനിലൊക്കെ പോയി വലിയ നഷ്ടങ്ങളിൽ വരികയും അത് വലിയ ഇഷ്യൂസിലേക്കൊക്കെ അവർ വീട്ടിൽ തന്നെ വലിയ ഇഷ്യൂസൊക്കെ, ഫാമിലിയിൽ തന്നെ വലിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റും നമ്മുടെ റീറ്റെയിൽ ക്ലയൻസിന് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളതാണ്, അല്ലാതെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് സ്പെക്കുലേഷൻ ചെയ്യാനുള്ളതല്ല എന്നുള്ള ബേസിക് പാഠം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇൻട്രാഡേ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻ അതുപോലെ പ്രോഫിറ്റ് ഇല്ലാത്ത കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നാം. പക്ഷേ അതിൻ്റെയൊക്കെ എൻഡ് റിസൾട്ട് അതൊരു സക്സസ്ഫുൾ സ്ട്രാറ്റജി അല്ല എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും വലിയ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ F&Oയും അതുപോലെ പ്രോഫിറ്റ് ഇല്ലാത്ത കമ്പനികളും അതുപോലെ ഇൻട്രാഡേ ട്രേഡിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ പറയുന്നത്. ചിലപ്പോൾ നമുക്കൊരു കയ്യിലൊരു 5 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഇൻട്രാഡേ നമുക്കൊരു സ്റ്റോക്ക് വാങ്ങിയിട്ട് ആ 5 lakhs എമൗണ്ടിൻ്റെ ഉള്ളിൽ മാത്രം നിൽക്കുന്ന രീതിയിലൊരു സ്റ്റോക്ക് വാങ്ങിയിട്ട് ആ സ്റ്റോക്കുകൾ അന്ന് തന്നെ കയറി പോകുകയാണ്. നമുക്കൊരു 5000 അല്ലെങ്കിൽ 10,000 പ്രോഫിറ്റിലേക്ക് കിട്ടാവുന്ന രീതിയിലേക്ക് മൂവ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു ഇൻട്രാഡേ ട്രേഡിങ് ആക്ച്വലി പെർമിസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ വിത്തിൻ ദ ക്യാപിറ്റലാണ്. ഇപ്പോൾ നമ്മൾ വാങ്ങിയതിന് ശേഷം ആ സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നതിന് പകരം താഴേക്ക് വരികയാണെങ്കിൽ ആ സ്റ്റോക്ക് ഡെലിവറി എടുക്കാനുള്ള ഫണ്ട് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ആ റിസ്കിനെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ എത്രയുണ്ടോ ആ ക്യാപിറ്റലിൻ്റെ ഉള്ളിലുള്ള പൊസിഷൻ എടുക്കുകയും അത് അന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസും അതുപോലെ തന്നെ പ്രോഫിറ്റ് ഇല്ലാത്ത കമ്പനികൾ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലേക്ക് മൂവ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മളതിൽ ട്രേഡ് ചെയ്താൽ വലിയ നഷ്ടങ്ങളിലേക്കാണ് പലപ്പോഴും നീങ്ങുക. അതുപോലെ തന്നെ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ മറ്റുള്ളവരെ റിച്ച് ആക്കാൻ അല്ല എന്നുള്ള കാര്യം, ബേസിക് കാര്യം ഓർക്കുക. കാരണം നമ്മൾ സ്പെക്കുലേഷന് പോകുമ്പോൾ നമ്മൾ മറ്റുള്ളവരെയാണ് ധനവാന്മാരാക്കുന്നത്, നമ്മൾ വലിയ പ്രശ്നങ്ങളിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ക്യാപിറ്റലിന് പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ വലിയ പേഷ്യൻസും അതുപോലെ നല്ലൊരു ഫ്യൂച്ചറുള്ള കമ്പനിയിൽ മാത്രമേ ചെയ്യുകയുള്ളൂ. അല്ലാത്ത കമ്പനികളൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്യും. നമ്മൾ 1000 കമ്പനികളെ നമ്മൾ റിജക്റ്റ് ചെയ്താലും ഒരു പക്ഷേ 2-3 കമ്പനികൾ നല്ലത് നമുക്ക് ലഭിച്ചാൽ, ഇപ്പോൾ BSEയുടെ കേസ് നിങ്ങൾ കണ്ടു, എനിക്ക് ഇത്രയും വലിയ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ലഭിച്ചിട്ടുള്ളതല്ല. അപ്പോൾ കുറേയധികം അവസരങ്ങൾ പോയാൽ പോലും നല്ലൊരു അവസരത്തെ ഉപയോഗിക്കാൻ സാധിച്ചാൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റർ ആകാൻ സാധിക്കും. അപ്പോൾ മറ്റുള്ളവരെ നമ്മുടെ ഹാർഡ് ഏൺ മണിയാണ് അത് മറ്റുള്ളവർ പ്രോഫിറ്റ് നേടാനായിട്ട് ഉപയോഗിക്കാനായിട്ട് അനുവദിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ബേസിക്കലി ഇൻവെസ്റ്റ് ചെയ്യുക, നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കും. നമ്മൾ ഏത് ട്രേഡിംഗ് ടെർമിനലിൽ ലോഗിൻ ചെയ്യുമ്പോഴും സെബിയുടെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ, നിങ്ങളിപ്പോൾ കാണുന്നത് മിറർ അസറ്റ് ഷെയർഗാൻ എന്നുള്ള ബ്രോക്കറുടെ അവിടെയും എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്. എനിക്ക് ഓൾമോസ്റ്റ് മോർ ദാൻ 10 അക്കൗണ്ടുകളുണ്ട് പല ബ്രോക്കേഴ്സിൻ്റെ ഇതായിട്ടാണ്. കാരണം പുതിയതായിട്ടുള്ള
ഡെവലപ്മെൻറ്റ്സും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ റിസർച്ച് റിപ്പോർട്ടുകളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് ബ്രോക്കേഴ്സിൻ്റെ അടുത്തും നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ മിറേ അസറ്റ് ഷെയർഖാൻ്റെ ലോഗിൻ ചെയ്യുമ്പോൾ കാണിക്കുന്ന ഒരു റിസ്ക് ഡിസ്ക്ലോഷേഴ്സ് ഓൺ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്ക്ലോഷർ നമുക്ക് കാണാം. 9 out of 10 ഇൻഡിവിജ്വൽ ട്രേഡേഴ്സ് ഇൻ ഇക്വിറ്റി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റ് ഇൻകേർഡ് നെറ്റ് ലോസസ്. On an average, loss makers registered net trading loss close to 50,000 or and above the intraday the net trading losses incurred. Loss makers expanded an additional 28% net ട്രേഡിംഗ് ലോസസ് ആസ് ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്നുള്ള അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡിങ്ങിൽ 10 പേരിൽ 9 പേര് നഷ്ടമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അതിനവിടുത്തെ ഐ അക്നോളജ് ഐ ഹാവ് റെഡ് റിസ്ക് ഡിസ്ക്ലോഷേഴ്സ് എന്നുള്ള ആ കോളം ടിക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഈ ട്രേഡിംഗ് ടെർമിനലിലേക്ക് എന്നും എൻ്റർ ചെയ്യുന്നത്. അതായത് 10 പേരിൽ 9 പേര് നഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് ഞാനിതിലേക്ക് ഇറങ്ങുകയാണ്, എനിക്ക് നഷ്ടം വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. അതിനുശേഷം നഷ്ടം വന്നതിന് ശേഷം നമ്മൾ ആരുടെയെങ്കിലും അടുത്ത് കംപ്ലയിൻറ്റ് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള ഒരു പോയിൻറ്റും ഇല്ല. അതുപോലെ നോക്കൂ, മറ്റൊരു കാര്യമാണ് ഓറൻ ബഫറ്റ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് റിസ്ക് കം ഫ്രം നോട്ട് നോയിങ് വാട്ട് യു ആർ ഡൂയിങ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ ആ കമ്പനിയുടെ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ ഒരു ബിസിനസ് മോഡൽ ഉണ്ടാവും, ഫിനാൻഷ്യൽ സ്ട്രെങ്ത്ത്, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ പൊട്ടൻഷ്യലെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എപ്പോഴും ഞങ്ങൾ ഒരു റിസർച്ച് റിപ്പോർട്ട് ഞങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ കമ്പനിയുടെ ബിസിനസ് മോഡലും എങ്ങനെയാണ് കമ്പനിയുടെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സും എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ളൊരു റേഷണലോട് കൂടിയാണ് എന്താണ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള റേഷണൽ എന്നുള്ളതോട് കൂടിയാണ് റിപ്പോർട്ടോട് കൂടിയാണ് ട്രിപ്പിൾ പ്രോഫിറ്റ് അനലിറ്റിക്സും അതുപോലെ റിസർച്ച് അനലിസ്റ്റ് ആയിട്ടുള്ള മറ്റുള്ള ഫേമുകളെല്ലാം റിപ്പോർട്ട്സ് ഇഷ്യൂ ചെയ്യുന്നതല്ല. അപ്പോൾ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഒരു സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്ന ഒരു ബേക്കറിയുടെ ഓണറാണെന്ന് നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ദിവസം ഒരാൾ നമുക്ക് 50 lakhs ഓഫർ ചെയ്യുകയാണ്, എനിക്ക് ഈ ബേക്കറിയൊക്കെ ഞാൻ തരികയാണെങ്കിൽ 50 ലക്ഷത്തിന് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മുടെ ഈ ബേക്കറിക്ക് 50 ലക്ഷത്തിൻ്റെ വാല്യുവേഷൻ ഉണ്ടെന്ന് അറിയാമല്ലേ. പക്ഷേ നെക്സ്റ്റ് ഡേ ആരെങ്കിലും വന്നിട്ട് നിങ്ങൾക്ക് 40 lakhsന് ഓഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ 10 lakhsൻ്റെ നഷ്ടം വന്നു എന്ന് വിചാരിച്ച് നിങ്ങളത് ആ ബേക്കറിയെ നമ്മൾ വിൽക്കില്ലല്ലോ. നമുക്കറിയാം ആ ബേക്കറിക്ക് അത്രയും വാല്യുവേഷൻ ഉണ്ട്. ഇന്നലെ 50 ലക്ഷം വരെ വാല്യുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് 40 ലക്ഷത്തിനാണ് ഒരു ബയർ വരുന്നത്. പക്ഷേ നമ്മൾ പാനിക്കായിട്ട് നമ്മളത് വിൽക്കില്ല 40 ലക്ഷത്തിനല്ലേ. അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്നലെ 100 രൂപ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഇന്ന് 95 rupees ഉള്ളൂ എന്നുണ്ടെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത മാസം ഇത് 110 വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് വിൽക്കാമല്ലോ. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പാനിക് ആകാതിരിക്കുക. നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും. അതൊരിക്കലും നമ്മളെ എഫക്റ്റ് ചെയ്യരുത്. നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ആ കമ്പനിയുടെ നമ്മളൊരു പാർട്ട്ണറാണ് അല്ലേ, ആ കമ്പനിയുടെ ഒരു പാർട്ട് നമ്മൾ ഓൺ ചെയ്യുകയാണ്. അപ്പോൾ ആ കമ്പനിയുടെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങിയ വിലയിലും താഴെയാണെങ്കിൽ നമ്മളതിന് വിൽക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട, നമ്മളത് ഹോൾഡ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടെ ഡിസ്കൗണ്ട് ലഭിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മളതിനെ കണ്ടുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ നമുക്ക് വാങ്ങാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് എപ്പോഴും ബേസിക്കലി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ബിസിനസ്സിലാണ്. ആ ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് ബിസിനസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് അതിന് റിയൽ പ്രൈസിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നല്ല രീതിയിലുള്ള പ്രോഫിറ്റിൽ നമുക്ക് വിൽക്കാൻ സാധിക്കും. അതിനിടയിലുള്ള നോയ്സ് നമ്മൾ ഇഗ്നോർ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് നമുക്കൊരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തായിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ ചാനൽ നമ്മൾ ഏതെങ്കിലും അനലിസ്റ്റുകളായിട്ടുള്ളവരെ റെക്കമെൻഡ് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളൊരു സ്റ്റോക്കിൻ്റെ പ്രൈസ് അടുത്ത ദിവസങ്ങളിൽ കയറിപ്പോകുന്നത് കണ്ടു എന്നതുകൊണ്ടായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 1 lakh ഇൻവെസ്റ്റ് ചെയ്തതിന് 1 lakhന് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് അടുത്ത ദിവസം 85,000 ഇതിൻ്റെ ഈ സ്റ്റോക്കിൻ്റെ തന്നെ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി കുറയുന്നില്ല, പക്ഷേ പ്രൈസ് കുറയുന്നതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ 85,000 വന്നു കഴിഞ്ഞാൽ നമ്മളാരെങ്കിലും ആ സമയത്ത് ഇതൊരു നോഷണൽ ലോസ് എന്നാണ് അതിന് വിളിക്കുക. അതായത് 15,000 നോഷണൽ ലോസ് ഉണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. പക്ഷേ
അത് അടുത്ത ദിവസങ്ങളിൽ തിരിച്ച് 1,00,000-ലേക്കും 1,50,000-ലേക്കൊക്കെ കയറി പോകുമെന്നുള്ള ഒരു കൺവിക്ഷനോട് കൂടി നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് പേടിയില്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും ലാക്ക് ഓഫ് അവയർനെസ് ആണ് പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിലെ ലോസിലേക്ക് ആരെങ്കിലും ലോസിൽ വരുന്നുണ്ടെങ്കിൽ അത് നയിക്കുന്നത്. അതായത് നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അത് നല്ല കമ്പനിയാണോ എന്ന് ചിന്തിക്കേണ്ടത് ഇൻവെസ്റ്റ് ചെയ്തതിന് തൊട്ട് മുമ്പാണ്. അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ മാർക്കറ്റിൻ്റെ ഡെയിലിയുള്ള ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേഷൻ കണ്ട് ഭയപ്പെടാതെ നമ്മൾ വളരെ കൂളായിട്ട് ഇരുന്ന് അതിനെ മാനേജ് ചെയ്യാനായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ല, ഇപ്പോൾ നമ്മളൊരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു കാര്യം ആലോചിക്കുകയാണെങ്കിൽ, നമ്മളൊരു കാറ് വാങ്ങാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? നമ്മളത് പല ബ്രാൻഡുകളായിട്ട് കമ്പയർ ചെയ്യുമല്ലോ. അതുപോലെ യൂട്യൂബിലുള്ള റിവ്യൂസ് നോക്കും, മൾട്ടിപ്പിൾ ഡീലർഷിപ്പുകളിൽ നോക്കും, അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാനായിട്ട് നമ്മൾ പോകും. അതുപോലെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ ഒപ്പീനിയൻസ് നോക്കും കാറിനെക്കുറിച്ച്. അതുപോലെ പിന്നെ മൈലേജും മെയിൻ്റനൻസ് കോസ്റ്റുകളും അതുപോലെ റീസെയിൽ വാല്യൂയും സേഫ്റ്റി റേറ്റിംഗ്സ് അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷമാണ് നമ്മളൊരു 15 lakhs സ്പെൻഡ് ചെയ്തൊരു കാറ് മേടിക്കുകയാണെങ്കിൽ ചെയ്യുന്നതല്ലേ. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോൾ നമ്മളൊരു ഈവൻ 50,000 പോലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല. നമുക്കറിയാം, ഈവൻ 1 crore കാറും 2 crore കാറും പോലും വാങ്ങാനായിട്ട് മടിയില്ലാത്ത കുറേ അധികം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റോക്കിലേക്ക് ഒരു 50 lakhs അല്ലെങ്കിൽ ഒരു 1 crore ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കുറിച്ച് പറയുമ്പോൾ അവർ വലിയ മടിയാണല്ലേ. അപ്പോൾ അവിടെയാണ് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ ഹെസിറ്റേഷൻ വരുന്നത്. നമ്മളൊരു നല്ല കമ്പനിയുടെ സ്റ്റോക്കിലേക്ക് ഈവൻ പേഴ്സണലി എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലൊക്കെ നമ്മളൊരു 1 crore മിനിമം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഇതാണ് ഒരു പലപ്പോഴും നമ്മൾ തുടക്കം മുതൽ 5 lakhs-ൻ്റെയാണ് ഡയമണ്ട് പിക്സ് എന്നുള്ള സ്റ്റോക്കിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് 100% ഒക്കെ മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് 5 lakhs-ൻ്റെ പ്രോഫിറ്റ് കിട്ടുമ്പോഴാണ് ഈ മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുക. നമ്മുടെ കുറേയധികം ക്ലയൻസ് പലരും ആദ്യത്തെ ഡയമണ്ട് പിക്ക് എടുക്കുമ്പോൾ 5 ലക്ഷം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ പേടിച്ച് വിറച്ചാണ് അത് ചെയ്യുന്നത്. പിന്നീട് അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് അവർക്ക് പൊട്ടൻഷ്യൽ മനസ്സിലാകുന്നത്. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ലൈവായിട്ട് വളരെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയറിലാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആ കമ്പനി കൂടുതൽ മാർക്കറ്റ് ഷെയർ നേടുക അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കൂടുതൽ പ്രോഡക്റ്റ്സ് നല്ല രീതിയിലുള്ളത് പുതിയത് വരികയൊക്കെ ചെയ്യുമ്പോൾ ആ സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും മുകളിലേക്ക് വരും. ആ സ്റ്റോക്കുകളിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ചെയ്യുന്നത്. ഈ ഒരു കാര്യമാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോയിലൂടെ കൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ വളരെ രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി. എനിക്കൊരു ഫീഡ്ബാക്ക് ഒരു കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ ഒരു ടൗണിൽ നിന്നും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അദ്ദേഹത്തിന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷം അദ്ദേഹം അതിൽ പ്രോഫിറ്റ് നേടിയതിൻ്റെ ഒരു കാര്യം പറഞ്ഞൊരു മെസ്സേജ് അയക്കുകയുണ്ടായി. കാരണം എൻ്റെ ക്ലയൻസ് കുറേ ഒരു മോർ ദാൻ 80%-ലധികം പേരും വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാപിറ്റൽ വേണമല്ലോ. പക്ഷേ യൂട്യൂബിലൂടെ ഞാൻ കുറേയധികം എഡ്യൂക്കേറ്റ് ചെയ്യുകയും കുറേ സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തതിന് ശേഷം അതിലൂടെ പ്രോഫിറ്റ് നേടിയതിന് ശേഷം അദ്ദേഹം ഞങ്ങളുടെ ക്ലയൻ്റായ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാനത് അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് ഞാനത് വായിക്കാം. താങ്ക് യു വെരി മച്ച് സജീഷ് സാർ. ഞാൻ നസീം, ഒരു ഡ്രൈവറാണ്. 0 ബാങ്ക് ബാലൻസ് മാത്രം ഉണ്ടായിരുന്ന ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിലേക്ക് എത്താൻ സഹായിച്ചതിന് എൻ്റെ അടുത്ത നാട്ടുകാരനായ സജീഷ് സാറിന് ഒരുപാട് നന്ദി. കൊടുങ്ങല്ലൂർക്കാരനായ ഒരു ടാറ്റ എസ് ഡ്രൈവർ ആണ് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ഫീഡ്ബാക്കാണ്. സത്യത്തിൽ ഇങ്ങനെയുള്ള വളരെ ലോവർ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിലുള്ളവരെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സ്പെക്കുലേഷൻ പാർട്ടിലേക്ക് പോകാതെ കൃത്യമായിട്ടുള്ള നല്ല ഇൻവെസ്റ്റ്മെൻറ്റിൻ്റേതായ കൾച്ചറിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഞാൻ ഈ ചാനലിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. അതെനിക്ക് സാധിച്ചിരിക്കുന്നു. കുറച്ച് പേരെയെങ്കിലും എനിക്കത് സാധിച്ചിരിക്കുന്നു എന്നുള്ള ഇങ്ങനെയുള്ളൊരു ഫീഡ്ബാക്ക് ലഭിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിലും ഇതുപോലെ കുറേയധികം പേരെ കൺവേർട്ട് ചെയ്ത് നല്ല ഇൻവെസ്റ്റേഴ്സാക്കി മാറ്റാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ന് നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പലപ്പോഴും ഏതെങ്കിലും ലാൻഡിലൊക്കെ
സ്റ്റോക്കുകളൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് വിൽക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണല്ലോ. അതുപോലെ തന്നെ നമുക്കറിയാം ഏതെങ്കിലും ഒരു ഷോപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും വലിയ 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 ഷോപ്പിംഗ് മാൾസും അതുപോലെയുള്ളതൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു വലിയ ഡിസ്കൗണ്ട് സെയിലൊക്കെ ആയിരിക്കും പലപ്പോഴും പ്രോഡക്ട്സ് വെക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ പിടിച്ച് നിൽക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതേസമയം നമ്മളൊരു നല്ല കമ്പനിയെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ വലിയ കോമ്പറ്റീഷനെ മാനേജ് ചെയ്യാനോ അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരവസരം അല്ലെങ്കിൽ അതിനുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കും. പല വലിയ കമ്പനികളുടെയും ടോപ്പിലിരിക്കുന്നത് IIM-IIT പാസ്സായിട്ടുള്ള വലിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുകയും അതിന് എന്തൊക്കെ റിസ്ക്കുകളുണ്ടോ അതിനെല്ലാം നേരത്തെ തന്നെ മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യൽ ഇതാണ്. നമുക്ക് നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെൽത്ത് ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കുമെന്നുള്ളൊരു ബേസിക് പോയിന്റ് മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. അത് മനസ്സിലാക്കി ഞങ്ങളുടെ റെക്കമെൻഡേഷൻസ് എൻ്റെ പാക്കേജുകളിലേക്ക് വരുന്നവർ അവിടെ നല്ല സ്റ്റോക്സ് മാത്രമേ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്ത് നൽകാറുള്ളൂ. എന്നതുകൊണ്ട് തന്നെ അവർ വെൽത്ത് ബിൽഡ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കഴിഞ്ഞ 10-12 വർഷമായിട്ടുള്ള ട്രിപ്പിൾ പ്രോഫിറ്റ് അനലിറ്റിക്സിൻ്റെ ഒരു ഹിസ്റ്ററി. നമുക്കിനി അടുത്തതായിട്ട് കുറേയധികം പുതിയതായിട്ടുള്ള Q1 റിസൾട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് റിസൾട്ട്സ് വന്നത് നമുക്കൊന്ന് നോക്കാം. നല്ല റിസൾട്ട്സ് മാത്രമാണ് ഞാൻ എടുക്കുന്നുള്ളൂ. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കുറേയധികം റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏഞ്ചൽ വൺ കഴിഞ്ഞ ആഴ്ചയിൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ ജൂൺ 26 ക്വാർട്ടറിൽ 231 crores പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തത്. അതായത് 103% ഗ്രോത്താണ് പ്രോഫിറ്റിൽ ഏഞ്ചൽ വൺ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ബജാജ് കൺസ്യൂമർ 85% ഗ്രോത്ത് ആണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. 70.8 crores നെറ്റ് പ്രോഫിറ്റും. അതുപോലെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് നെറ്റ് പ്രോഫിറ്റ് 183% ഉയർന്ന് 377 crores പ്രോഫിറ്റും. ബില്യൺ ബ്രെയിൻ ഗാരേജ് വെഞ്ചേഴ്സ് ഗ്രോ എന്നുള്ള ഈ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 94% ഉയർന്ന് 735 crores. അതുപോലെ ബൊറോസിൽ റിന്യൂവബിൾസ് 87.7 crores പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തത്. അത് 132% ഗ്രോത്താണ്. അതുപോലെ MV ഫോട്ടോ വോൾട്ടിക് പവർ എന്നുള്ള ആ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 102% ഉയർന്ന് 380 crores പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തത്. അതുപോലെ ഫെഡറൽ ബാങ്ക് 37% ഗ്രോത്ത് ആണ് നെറ്റ് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്തത്. അത് ഓൾമോസ്റ്റ് 1302 crores പ്രോഫിറ്റാണ്. ജിയോ ഫിനാൻഷ്യൽ സർവീസസ് 155% പ്രോഫിറ്റിൽ ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് 830 crores പ്രോഫിറ്റാണ് വന്നെന്നുണ്ടെങ്കിൽ ടെക് മഹീന്ദ്ര ലിമിറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 32% ഉയർന്ന് 1486% അതിൻ്റെ പ്രോഫിറ്റും. അതുപോലെ L&T ഫിനാൻസ് ലിമിറ്റഡ് 31% പ്രോഫിറ്റിലുള്ള ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്തപ്പോൾ 916 crores നെറ്റ് പ്രോഫിറ്റുമാണ് ഡിക്ലെയർ ചെയ്തത്. എന്തായാലും ഞങ്ങളുടെ കുറേയധികം പേര് എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് ഞങ്ങളുടെ ക്രിയേറ്റ് വെൽത്ത് വിത്ത് കോൺഫിഡൻസ് എന്നുള്ള ബുക്ക് എങ്ങനെയാണ് ഒരു 1 crore വെൽത്ത് 50ാമത്തെ വയസ്സ് എത്തുമ്പോഴേക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ബേസിക്കലി അതിൽ സംസാരിക്കുന്നത്. അപ്പോൾ ആ ബുക്ക് കുറേയധികം പേര് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടുള്ള മെസ്സേജസ് ഞങ്ങൾക്ക് അയക്കാറുണ്ട്. അത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾ ആമസോണിൽ ആ പ്രോഡക്ട്സിൽ അത് ഈ പേരടിച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് വെൽത്ത് വിത്ത് കോൺഫിഡൻസ് എന്നുള്ള പേരടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും. അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ കുറേയധികം പേര് മലയാളം ബുക്ക് എന്നാണ് വരിക എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുള്ളത് ഇംഗ്ലീഷ് ബുക്ക് വളരെ സിമ്പിൾ ലാംഗ്വേജിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പക്ഷേ കുറേ പേർക്ക് മലയാളം വേണമെന്നുള്ളത് കൊണ്ട് തന്നെ മലയാളത്തിൻ്റെ അതിൻ്റെ ട്രാൻസ്ലേഷൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 2 months അത് കംപ്ലീറ്റ് ആകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഹിന്ദി വെർഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ബുക്ക് ഞങ്ങൾ ഈ ജൂലൈ മന്തിൽ തന്നെ റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ എന്തായാലും കുറേയധികം പേര് ഞങ്ങളുടെ ബുക്ക് വായിക്കുകയും കുറേയധികം നല്ല ഫീഡ്ബാക്ക്സ് നൽകുകയുണ്ടായി. അല്ലേ, കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ നോക്കുമ്പോൾ ഈ സ്റ്റോക്കിൽ കല്യാൺ ജ്വല്ലേഴ്സ് 29% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഇക്ലർ സർവീസ് 27% ഉയർന്നും, പ്രൈം ഫോക്കസ് 18% ഉയർന്നും, മാംഗ്ലൂർ റിഫൈനറി 16% ഉയർന്നും, സെൻസാർ ടെക്നോളജീസ് 15% ഉയർന്നും, അതുപോലെ ന്യൂജൻ സോഫ്റ്റ്വെയർ 15% ഉയർന്നും, HEG 14% ഉയർന്നു, ഹിമാദ്രി സ്പെഷ്യാലിറ്റി 14% ഉയർന്നു, ഓത്തം ഇൻവെസ്റ്റ്മെൻറ്റ് 12% ഉയർന്നു, സുമിറ്റോമോ കെമിക്കൽസ് 11% ഉയർന്നു, നോവാക്കോ ഇസ്റ്റാസ് 11% ഉയർന്നു, സൊനാറ്റ സോഫ്റ്റ്വെയർ 11% ഉയർന്നു, SBI കാർഡ്സ്
11% ഉയർന്നു, ഗ്രാഫൈറ്റ് 10% ഉയർന്നു, അതുപോലെ TCSും 10% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് ഫോർ ദിസ് വീക്ക്. ദി സ്റ്റോക്സ് ആർ ടെക് മഹീന്ദ്ര, സോനാകോംസ്, ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക്, Karur Vysya Bank and Devyani. Let's move on to the individual charts of these stocks. The first stock is Tech Mahindra. This stock closed at 1572 with a clear breakout. You can expect further upward movement in this stock. Second stock is Sonacoms. Sonacoms also is clearly in an uptrend and closed at 704. This trend can continue in the coming months. Then third stock is Jammu and Kashmir Bank. This stock closed at 182. Jammu and Kashmir Bank is also in an uptrend. This stock can also continue this uptrend in the coming days. Then the fourth stock is Karur Vysya Bank. This stock closed at 309 and Karur Vysya Bank is also in an uptrend. Fifth stock is Devyani International. Stock closed at 112. If this stock can move above 115 level, then there can be a rally in this stock. So these are our stocks with technical breakout for this week. Again, I will repeat these names. Tech Mahindra, Sonacoms, Jammu and Kashmir Bank, Karur Vysya Bank and Devyani are the stocks with technical breakout for this week. Thank you. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.